ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദു നേരെ കല്യാണം കഴിച്ച അനിയും കുട്ടി വന്നിരിക്കുകയാണ് വീട്ടിലേക്ക്. അയ്യോ, കനക കണ്ടപ്പോൾ തന്നെ കനക തലയിൽ കൈവെക്കുകയാണ്. എന്തേ ഈ കാട്ടിയിരിക്കുന്നത്, ഗോവിന്ദേട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് തലക്കുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദനും അകത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ സാരിയില്ലെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനിയാണ് പറയുന്നത്, ഞങ്ങൾ കല്യാണം കഴിച്ചു വച്ചാ. അപ്പോൾ കനക ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തൊരു മഹാപാപാടി നീ കാണിച്ചത്. നീ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് നിന്റെ ചേച്ചിമാരെ കുറിച്ച് ആലോചിച്ചോന്ന് ദേഷ്യത്തോട് ചോദിക്കുകയാണ്. അതിനുശേഷം അനിക്കരികിൽ പോയിട്ട് അവർ യാചിക്കും പോലെ ചോദിക്കുന്നുണ്ട്, അനിമോൻ്റെ ബന്ധുക്കളെ കുറിച്ച് ആലോചിച്ചോ? എനിക്കിതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഗോവിന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കരയാണ്. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, ഞങ്ങൾക്കിതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മക്കളെ. അനന്തപുരിയിലെ 2 പയ്യന്മാരെ, എൻ്റെ മൂത്ത 2 പെൺമക്കൾ ആദ്യം കല്യാണം കഴിച്ചപ്പോൾ പോലും സന്തോഷിക്കാത്തൊരച്ഛനാണ് ഞാൻ. ഇവൾക്ക് സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും ഞാനതൊരിക്കലും ഒരു നല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. കനകയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അനിയും നന്ദുവും വിഷമത്തോടു കൂടിയാണ് കേട്ട് നിൽക്കുന്നത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, ആ സംഭവത്തിന് ശേഷം ഒരുപാട് പഴിയും കുറ്റപ്പെടുത്തലുകളും ഞാൻ കേട്ടതാ. ഒരു നിയോഗം പോലെ ഓരോ മാസങ്ങളും ഓരോ സംഭവങ്ങൾ ഉണ്ടാവുകയാ. എല്ലാം ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടിയാണ് സഹിക്കുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതും. ഞങ്ങളുടെ സമ്മതത്തോടു കൂടി നിങ്ങൾക്കൊരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അച്ഛനും അങ്ങനെ പറഞ്ഞ സമയത്ത് നന്ദു ശരിക്കും ഷോക്കാവുകയാണ്. അപ്പോൾ കനക വീണ്ടും പറയുന്നുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ദേ നന്ദൂട്ടാ, ഈ താലി ഇത് ബലമില്ലാത്ത താലിയാ, അതങ്ങ് അഴിച്ചു കൊടുത്തേക്ക്. അപ്പോൾ സങ്കടത്തോടു കൂടി വിതുമ്പിക്കൊണ്ട് നന്ദു പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ കൊടുക്കില്ല. കെട്ടുതാലി പൊട്ടിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല അമ്മേ. പറ്റില്ലല്ലേ? എങ്കിൽ ഈ കല്യാണവും എൻ്റെ മരണവും ഒരുമിച്ച് തന്നെ നടക്കും. കനക ദേഷ്യത്തോടു കൂടി വെല്ലുവിളിക്കുകയാണ്. ഇല്ലടി, എനിക്കിനി ജീവിക്കണ്ട എന്നും പറഞ്ഞ് അവർ പോയി തൂണിന് തലയിട്ടിട്ട് തല്ലുകയാണ്. അപ്പോൾ ഗോവിന്ദൻ വിളിക്കുന്നുണ്ട്, കനകേന്ന്. പെട്ടെന്നാണ് കനക ഉറക്കത്തിൽ നിന്ന് ഞെട്ടുന്നത്. തൊട്ടരികിൽ തന്നെ നന്ദുവും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവർ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് നന്ദുവിൻ്റെ കവിളിലും തലയിലൊക്കെ ആയിട്ട് തലോടുകയാണ്. ഉറക്കത്ത് ആരോ തലോടുന്നതായിട്ട് ഫീൽ ചെയ്തപ്പോൾ നന്ദുവും കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവൾ ലൈറ്റ് ഇട്ടിട്ട് ചോദിക്കുകയാണ്, അമ്മ ഉറങ്ങിയില്ലേ? അപ്പം കനക അവിടെ ബെഡ് കയറി ഇരുന്നിട്ടാണുള്ളത്. അപ്പോൾ അവർ സങ്കടത്തോടെ പറയാണ്, അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല മോളെ. അതെ, അത് വേണ്ട മോളെ. അവർ വീണ്ടും നന്ദുവിനോട് പറയാണ്, അനിമോനെ മനസ്സിൽ കൊണ്ട് നടക്കരുത്. അവർ യാചന പോലെയാണ് പറയുന്നത്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, ഈ രാത്രിയിൽ ഇതൊക്കെയാണോ അമ്മ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? അപ്പോൾ അവർ വിഷമത്തോടെ പറയാണ്, അമ്മയ്ക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല മോളെ. അമ്മ ഓരോരോ സ്വപ്നങ്ങൾ കാണുവാ. അമ്മ ചിന്തിക്കുന്ന പോലെയൊന്നും നടക്കില്ല അമ്മേ. നന്ദു സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ കനക വീണ്ടും പറയാണ്, പറയാൻ പറ്റില്ല. ഇതുവരെ ആരെയും സ്നേഹിക്കാത്ത നീ ആദ്യമായിട്ട് സ്നേഹിച്ച പയ്യനാ. അതുകൊണ്ട് നിന്റെ മനസ്സിൽ നിന്ന് അവൻ പോവില്ല. എത്ര ശ്രമിച്ചാലും നിനക്കതിന് കഴിയില്ല. അത് സത്യാന്നുള്ളത് നന്ദുവിനും അറിയുന്നത് കൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട്, ആയിക്കോട്ടെ. പക്ഷേ അനിയുടെ വിവാഹം ആയില്ലേ അമ്മേ? അനാമിക നാളെ അനിയുടെ ഭാര്യ ആവില്ലേ? പിന്നെ അമ്മ എന്തിനാ വിഷമിക്കുന്നേ? നന്ദു ഹൃദയം പൊട്ടുന്ന വേദനയോട് കൂടിയാണ് ചോദിക്കുന്നത്. അപ്പം കനക അതേ സങ്കടത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, അമ്മയ്ക്കെന്തോ ആദ്യ പോലെ എന്തോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുമോ എന്നുള്ളത് പോലൊരു തോന്നൽ. അപ്പം നന്ദു സമാധാനിപ്പിക്കുന്നുണ്ട്, ഒരിക്കലും സംഭവിക്കില്ല അമ്മേ. അനി അങ്ങനെ സ്വന്തം മുത്തശ്ശനെയും മുത്തശ്ശിയെയും വല്യമ്മയൊന്നും ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യില്ല. കനകയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദു സമാധാനിപ്പിക്കുകയാണ്. അത് കേട്ടപ്പോൾ ചെറുതായിട്ട് കനകയ്ക്കൊരു സമാധാനം ആവുന്നുണ്ട്. കണ്ടല്ലോ, അതുകൊണ്ട് ഇനി പരമാവധി എൻ്റെ മോള് അനിമോനിൽ നിന്നും അകന്നു നിൽക്കണം. അനിമോനെ ഇനി കാണാനേ ശ്രമിക്കണ്ട. ഇല്ല അമ്മ ഇപ്പോൾ കിടക്ക്, നന്ദു സമാധാനത്തോടെ പറയാണ്. അപ്പോഴും കനക സമാധാനം ഇല്ലാതെ ഇരിക്കുന്ന കണ്ടപ്പോൾ നന്ദു പറയുന്നുണ്ട്, കിടക്കമ്മേ, വന്ന് കിടക്ക് എന്ന് പറഞ്ഞ് നന്ദു ചേർത്ത് പിടിച്ച് കിടക്കുകയാണ് അമ്മേ. നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് കനക പറയുന്നുണ്ട്, നന്ദൂട്ടാ, അമ്മയുടെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ അനന്തപുരിയിലെ പയ്യനെ സ്നേഹിക്കുന്ന എൻ്റെ മകളെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തേനെ. ഈ കല്യാണം നടക്കാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞാൻ തന്നെ ചെയ്തേനെ. പക്ഷേ പണക്കാരുടെ വീട്ടിലേക്ക് പോയ 2 മക്കളുടെ അവസ്ഥ കണ്ട് മനംനൊന്ത് കഴിയുന്ന ഒരമ്മയാണ് ഞാനിപ്പോൾ. ആ അമ്മയ്ക്കിനി പണവും പത്രാസും ഒന്നും വേണ്ട. നമ്മളോടൊപ്പം നിൽക്കുന്ന, നമുക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു പാവം പയ്യനെ മാത്രം മതി. പക്ഷെ അതൊക്കെ നന്ദുവിനും അറിയുന്ന കാര്യം തന്നെയാണ്. ചേച്ചിമാരവിടെ അനുഭവിക്കുന്ന യാതനയും വിഷമങ്ങളും ഒക്കെ. ഒരിക്കലും അനന്തപുരിയിലേക്ക് തന്നെ സ്വീകരിക്കില്ല എന്നുള്ളതും നന്ദുവിന് അറിയുന്ന കാര്യമാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഒരു മകളുടെ വീട്ടിലെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കയറി വരാലോ മോളെ. എൻ്റെ മോളെ കണ്ടിട്ട് തിരിച്ചു പോരാലോ. ദേ, അതിനുള്ള അവസരം എൻ്റെ മോളെ ഞങ്ങൾക്ക് തരണം. അതുകൂടെ കേട്ടപ്പോൾ നന്ദു അമ്മയെ അഭിമുഖീകരിക്കാനാവാതെ അവിടുന്ന് തിരിഞ്ഞു കിടക്കുകയാണ്. ഹൃദയം നുറുങ്ങുന്ന വേദന ഉണ്ടെങ്കിലും നന്ദു ഒന്ന് കരയുക പോലും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ നന്ദുവിനെ കൂടുതലായിട്ട് പിന്നെ കനകൊന്നും പറയുന്നുമില്ല. അതേസമയം അനന്തപുരിയിൽ കയ്യിൽ ഒരുപാട് ഫോട്ടോസുമായിട്ടാണ് നമ്മുടെ അഭി നടക്കുന്നത്.
നിർമ്മലും അതുപോലെ തന്നെ നവ്യയും ചേർന്ന് നിൽക്കുന്ന അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കിയ ഫോട്ടോസുകളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ചിതറി, അതായത് നിലത്ത് വീണ ഒരു രീതിയിൽ ആ ഫോട്ടോസൊക്കെ അവിടെ വെക്കുകയാണ്. അപ്പോൾ അബിയുടെ മനസ്സിൽ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പോൾ ആദർശ് ഇങ്ങോട്ടേക്ക് വരും, അവൻ ഈ ഫോട്ടോസ് കണ്ട കാര്യങ്ങളൊക്കെ കുഴയും. അബി വിചാരിച്ചതുപോലെ തന്നെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ആദർശ് അതുവഴി പാസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അബി വേഗം തന്നെ ആദർശെ കണ്ടപ്പോൾ അവിടുന്ന് മാറി നിൽക്കുകയാണ്. പക്ഷെ ആദർശാകട്ടെ അബി അവിടെ വെച്ച ഫോട്ടോൻ്റെ അരികിലേക്ക് നോക്കുക പോലും ചെയ്യാതെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അത് കണ്ടതും അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഛേ ഇവനിതെങ്ങോട്ട് എന്ത് നോക്കിക്കൊണ്ടേ പോകുന്നത്. പക്ഷെ അബി ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടു പിന്നാലെ തന്നെ നയനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. നയനയെ കണ്ടപ്പോൾ തന്നെ അബി വേഗം അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. മാത്രമല്ല അബി ടെൻഷനോട് കൂടി ചിന്തിക്കുന്നുണ്ട്, അയ്യോ കാണേണ്ടവർ കണ്ടില്ല, ഇനി കാണേണ്ടാത്ത ഇവള് കാണുമോ എന്തോ. അബി വിചാരിച്ചത് തന്നെ സംഭവിച്ചു. നിർമ്മലിൻ്റെയും നവ്യേനെയും ചേർത്ത് വെച്ചിട്ട് മോർഫ് ചെയ്തുണ്ടാക്കിയ ആ ഫോട്ടോസ് മുഴുവൻ നയനെ കണ്ട്. അതിന് മാത്രമല്ല നയന ഓരോരോ ഫോട്ടോസ് എടുത്ത് വെപ്രാളത്തോടും ടെൻഷനോട് കൂടി മറിച്ച് നോക്കുകയാണ്. ആ ഒരു ടെൻഷനിലാണ് നയന അവിടെ നിൽക്കുന്നത്. അപ്പോൾ അബി വിചാരിക്കുന്നുണ്ട്, അയ്യോ കണ്ടു, എൻ്റെ എല്ലാ പ്ലാനും തൊളിക്കുന്നത് ഇവളൊറ്റയൊരുത്തിയാണ്. നയന ആ ഫോട്ടോസും കൊണ്ട് നേരെ നവ്യയുടെ മുറിയിലേക്കാണ് പോകുന്നത്. നവ്യാണെങ്കിൽ ആകെ മൊത്തം വിഷാദ അവസ്ഥയിൽ ടെൻഷൻ അടിച്ച് സാധാരണ പോലത്തെ ഒരു ഇതിലൊന്നല്ല ഇരിക്കുന്നത്, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നയന നേരെ മുറിയിലേക്ക് പോയിട്ട് ചേച്ചി എന്ന് വിളിച്ചിട്ട് നവ്യയെ നോക്കുകയാണ്. എന്നിട്ട് ആ ഫോട്ടോസ് മൊത്തം അവിടെ ബെഡിലേക്ക് വലിച്ചിടുകയാണ്. പെട്ടെന്ന് നവ്യ ആ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ടെൻഷനോട് കൂടി നയനയെ നോക്കുകയാണ്. അപ്പോൾ നയന ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ പഴിയും പരാതിയും മാത്രമേ ഉള്ളൂ, നമ്മളെക്കാൾ കൂടുതൽ അത് കേൾക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാ. ഒരു തെറ്റും ചെയ്യാതെ അവരിൽ നിന്ന് ഉരുകുക, എന്നിട്ടും വീണ്ടും ഒന്നിനൊരു കുറവുമില്ല, എല്ലാം അതേപടി തുടരുക. എങ്ങനെ തോന്നുന്നു ചേച്ചിക്ക് ഇതൊക്കെ ചെയ്യാൻ? പക്ഷെ നവ്യ സങ്കടത്തോടെ പറയുന്നുണ്ട്, സത്യമായിട്ടും ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാ. അപ്പം നയന ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതെ നിരപരാധിയാ. ഏത് കാര്യത്തിലാ അല്ലെങ്കിൽ നിരപരാധി അല്ലാത്തത്? ഇതുപോലെ വലിയൊരു തറവാട്ടിലേക്ക് വരാനുള്ള അർഹതയൊന്നും നമുക്കില്ല, ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ ഇവിടെ താമസിക്കുന്ന നല്ലവരായ കുറച്ച് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും മുത്തശ്ശനും മുത്തശ്ശിയും. ദയവ് ചെയ്ത് അവരെ ഇനിയും തകർക്കരുത്. നയന കൂപ്പുകയ്യുമായിട്ടാണ് നവ്യയുടെ അരികിലേക്ക് പോകുന്നത്. അപ്പം നവ്യ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കള്ളത്തരങ്ങളായിരിക്കും. നമ്മുടെ വീട്ടിൽ കള്ളങ്ങൾ പറഞ്ഞും ചെയ്തു ശീലമുള്ളത് ചേച്ചിക്ക് മാത്രാ. ചേച്ചിക്ക് അതൊക്കെ ഒരു നേരം പോക്കാ. പക്ഷേ ഈ ഫോട്ടോസ് അത് കണ്ട ആരെങ്കിലും സഹിക്കുമോ? അപ്പം നവ്യ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, എന്നെ ഒന്ന് പറയാൻ അനുവദിക്ക്. എന്നെ ഒരുത്തൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്നെ തല്ലുവോ കൊല്ലുവോ എന്താന്ന് വെച്ചാൽ ആയിക്കോ. അപ്പം നയന ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ് നവ്യ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? നയന അവസരം കൊടുക്കുകയാണ്. അപ്പം നവ്യ അത് ആലോചിക്കുകയാണ്. അതായത് നിർമ്മൽ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിരിക്കും. അന്ന് നിർമ്മൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നീ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാ, അതും അനന്തപുരിയിലെ മരുമകള്. ആ തറവാട്ടിലെ ഒരു മരുമകള് വഴി പിഴച്ചു പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ അവിടെ വെച്ച് പൊറുപ്പിക്കില്ലടി. അന്ന് നിർമ്മലിനോട് നവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനന്തപുരിക്കാര് ചതിയന്മാരെ പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല. ഇനി എന്നെ വിളിക്കരുത്, ഇത് നമ്മുടെ അവസാനത്തെ മീറ്റിംഗാ എന്നൊക്കെ നിർമ്മലിനെ വെല്ലുവിളിച്ച സമയത്ത് നിർമ്മൽ തിരിച്ചു പറയുന്നുണ്ട്, അങ്ങനെ നീ വാശി പിടിച്ചൊന്നും പോവണ്ട, ഞാൻ വിളിച്ചാൽ വിളിക്കുന്നിടത്ത് നിനക്ക് വരേണ്ടി വരും. ആ കാര്യങ്ങളൊക്കെ നയനയോട് പറഞ്ഞിട്ട് വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവ്യ. അപ്പം നയനക്കാണെങ്കിൽ ചേച്ചി പറയുന്നത് വിശ്വാസമാവുകയും ചെയ്ത്. അപ്പം നവ്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഒരുപാട് എൻ്റെ പുറകെ നടന്നതാവൻ, അവസാനം എൻ്റെ എതിർപ്പ് കാരണം ഒഴിഞ്ഞു പോയതാ. പിന്നെ എന്തിനാ അവൻ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കരഞ്ഞുകൊണ്ട് നവ്യ അവിടെ ബെഡിലിരിക്കുകയാണ്. അപ്പം നയനെ ചോദിക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞതൊക്കെ സത്യമാണോ? അതേ നയനെ, ഇവൻ എൻ്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞ് നടക്കുക. അപ്പം നയനെ സങ്കടത്തോടെ പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ മുത്തശ്ശൻ്റെ കാര്യം അറിയാലോ, ഇനിയൊരു ചെറിയ ഷോക്ക് പോലും അദ്ദേഹത്തിന് താങ്ങാനാവില്ല. ഇവിടെ പരമാവധി സന്തോഷം കൊടുക്കണം നമ്മൾ, അതിനുവേണ്ടി ഞാൻ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങളാരും അറിഞ്ഞിട്ടില്ല. ആ നേരത്താ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം കരഞ്ഞുകൊണ്ട് നയനയുടെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് നവ്യ യാചിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. നിൻ്റെ അടുത്ത് പലപ്പോഴും ഞാൻ വന്ന് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിതാ ആരോടും തുറന്നു പറയാനുള്ള ധൈര്യം ഇല്ലാതെ ഞാൻ കിടന്ന് ശ്വാസം മുട്ടുമായിരുന്നു. സാധാരണ ഇത്തരം കാര്യങ്ങൾ ഭർത്താക്കന്മാരോടാണ് പറയേണ്ടത്, പക്ഷെ അബിയോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നിനക്കറിയാലോ. അത് നയനക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് നയന പറയുന്നുണ്ട്, തൽക്കാലം അബിയും അവൻ്റെ അമ്മയും ഇത് അറിയണ്ട. ചേച്ചി പറഞ്ഞത് സത്യമാണെങ്കിൽ നമുക്ക് അവന് നല്ലൊരു പണി കൊടുക്കണം. നയനക്ക് ദേഷ്യം വരികയാണ്. അവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല, അർഹിക്കുന്ന ശിക്ഷ തന്നെ അവന് കിട്ടണം. അപ്പം നവ്യ സങ്കടത്തോടെ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ശരിക്കും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് തീ തിന്നാൻ ഞാൻ കഴിയുന്നേ. അപ്പം നയനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ പറയണ്ടേ, എന്തിനാ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നേ?
എന്നോടെങ്കിലും എല്ലാം ഒന്ന് പറഞ്ഞൂടെ എന്ന് പറഞ്ഞ് നവ്യയെ കവിളിലൊക്കെ ചേർത്ത് പിടിക്കുകയാണ്. ഇനിയിപ്പോൾ വിഷമിക്കണ്ട, എന്ത് സംഭവിച്ചാലും അതിനൊക്കെ കൂട്ടായിട്ട് ഞാനുണ്ട്, നയന ഉറപ്പ് കൊടുക്കുകയാണ്, ധൈര്യമായിട്ടിരിക്ക് എന്ന് പറഞ്ഞ് ചേച്ചി സമാധാനിപ്പിച്ചിട്ടാണ് നയന അവിടുന്ന് പോകുന്നത്. കനക തൂത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നന്ദു വരുന്നത്. അവൾ പുറത്തേക്ക് പോകാനുള്ള വേഷത്തിലാണ്. എങ്ങോട്ട് പോവാം മോളെ? എനിക്കൊന്ന് പുറത്ത് പോകണം. വേണ്ട 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 വേണ്ട, നീ ഇപ്പം എങ്ങോട്ടും പോകണ്ട. അതെന്താ അമ്മേ? പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട, അത്രയേ ഉള്ളൂ. നീയേ വീട്ടിനകത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്ക്. പിന്നെ നയനമോള് പറഞ്ഞിരിക്കുന്നത് നീ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എഴുതി എത്രയും പെട്ടെന്ന് ഒരു ജോലി സംഘടിപ്പിക്കാനാ. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ച് ഏത് നേരം ഇതിനകത്തിരുന്ന് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ അമ്മേ? ആഹാ, എപ്പോഴും ഇതിനകത്തിരുന്നിട്ട് മോള് പഠിക്കുന്നേ? കനക കളിയാക്കാണ്. എന്തായാലും ഇപ്പം എവിടേക്കും പോവണ്ട. അപ്പം നന്ദു സങ്കടത്തോടെ പറയുന്നുണ്ട്, എനിക്ക് ഇതിനകത്തിരിക്കാൻ വയ്യമ്മേ, എനിക്ക് ശ്വാസം മുട്ടുവാ. അപ്പോഴേക്കും കനക വേഗം പറയും, എനിക്ക് രാവിലെ മുതൽ നല്ല പെടലി വേദന എന്നൊക്കെ പറഞ്ഞ് പെടലി ഇങ്ങനെ തിരുമുവാണ്. മോൾ അകത്ത് പോയി ആ കുഴമ്പെടുത്തോണ്ട് വന്നിട്ട് അമ്മയ്ക്കൊന്ന് തിരുമ്മി തന്നെ. എന്താ നിനക്കിപ്പോൾ അതും ചെയ്യാൻ വയ്യേ? കനക ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇതൊക്കെ രാവിലെ പറഞ്ഞൂടെ അമ്മേ? അതിപ്പോൾ ജോലി ചെയ്തപ്പോൾ വേദന കൂടിയതല്ലേ, അതല്ലേ പറഞ്ഞത്. പിന്നെ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാണ്. അമ്മയ്ക്കല്ലെങ്കിലും മനസ്സിനകത്ത് ഏതു നേരവും സങ്കടവും വിഷമമൊക്കെ തന്നെയാ. അതിൻ്റെ കൂടിയാ ഇപ്പോൾ ശരീരവും പണിമുടക്കുന്നത്. എന്നൊക്കെ പറഞ്ഞ് പെടലി ഇങ്ങനെ തിരുമുവാണ് അവർ. അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം പെടലി വേദന എന്ന് പറയല്ലേ? അല്ല മോളെ, എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തുന്നേ? അല്ല മോളെ, അമ്മയ്ക്ക് നല്ല വേദന ഉള്ളതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വേദനിക്കുന്നതായിട്ട് ഭാവിക്കുകയാണ്. നന്ദു പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് കനകയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്നെ നല്ല സംശയമുണ്ടല്ലേ? ഇന്നലത്തെ രാത്രിയിലെ സംസാരം കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ കനക സങ്കടത്തോടെ പറയുന്നുണ്ട്, അതല്ല നന്ദൂട്ടാ, ഇനിയൊരു അബദ്ധം നമ്മുടെ കുടുംബത്തിൽ പറ്റാൻ പാടില്ല. അനന്തപുരിയിലെ പലരും പറയുന്നുണ്ട് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് എൻ്റെ 2 പെൺമക്കളെന്ന്. ആ അബദ്ധം ഇനി സംഭവിക്കരുത്. അപ്പം നന്ദു വാക്ക് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല അമ്മേ. അതിൻ്റെ പേരിൽ അമ്മ എന്നെ ഇവിടെ തളച്ചിടണ്ട. എന്തായാലും പെടലി വേദനയ്ക്ക് ഞാൻ കുഴമ്പിട്ട് തരാം എന്നും പറഞ്ഞ് നന്ദു ഹെൽമെറ്റ് തിരിച്ചു കൊണ്ടുവെക്കുകയാണ്. അതേസമയം അനന്തപുരിയിൽ അനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അവൻ സ്വയം വിചാരിക്കുകയാണ്, ഞാൻ കവിതയിൽ എഴുതാറുണ്ട്, പ്രണയം പറയാതിരിക്കുന്നതാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും പരാജയമെന്ന്. ആരാദ്യം പറയുമെന്ന ചിന്തയായിരുന്നു തുടക്കത്തിൽ. എന്നാൽ ഇപ്പോൾ എനിക്ക് കല്യാണമായി. ഇനി എന്തു പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടുകാരെ ധിക്കരിക്കാൻ എനിക്കാവില്ല. നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനും കഴിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നിന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. നീ എൻ്റെ ഹൃദയത്തിലാണ്. നന്ദുവിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അനി. അതേപോലെ തന്നെയാണ് നന്ദുവും. അനിയുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നയന ടെൻഷൻ അടിച്ച് നടക്കുകയാണ് നവ്യയുടെ കാര്യം ആലോചിച്ചിട്ട്. ആദർശം അതുപോലെ തന്നെ പല വിധത്തിലുള്ള ടെൻഷനിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനിയൊന്നും മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. മുമ്പ് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചതാ. ഇനി അത് ആവർത്തിക്കരുത്. പക്ഷേ ഇതെങ്ങനെ പറയും, എങ്ങനെ അവതരിപ്പിക്കും? പെട്ടെന്ന് ആദർശ് തിരിഞ്ഞപ്പോൾ നയനയെ കണ്ടപ്പം കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പം നയന സങ്കടത്തോടെ പറയാണ്, ഞാൻ വലിയൊരു സത്യം മൂടി വെച്ചു. അതിൻ്റെ പേരിൽ ഈ വീട്ടിലുണ്ടായ പൊട്ടിത്തെറി, എൻ്റെ ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും എന്നോടുണ്ടായ ദേഷ്യം, അത് എത്രത്തോളാണെന്ന് എനിക്കറിയാം. അതിൻ്റെ മുറിവ് ഇപ്പോഴും കരിഞ്ഞിട്ടില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനി കരിയാനും പോകുന്നില്ല. എനിക്കറിയാം. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതുപോലുള്ള രഹസ്യങ്ങൾ ഇനിയും ഉണ്ടോ നിൻ്റെയും നിൻ്റെ ചേച്ചിയുടെയും ജീവിതത്തിൽ? അപ്പം നയന സങ്കടത്തോടെ പറയാണ്, എൻ്റെ ചേച്ചി പലപ്പോഴും ചേച്ചിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ജീവിച്ചിട്ടുള്ളത്. അതിനുള്ള തിരിച്ചടി ചേച്ചിക്ക് ഒരുപാട് കിട്ടി. എന്നാൽ ഇപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ആദർശ് കളിയാക്കിക്കൊണ്ട് ചോദിക്കും, എന്നിട്ട് എത്രത്തോളം ഉൾക്കൊണ്ടു? അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോൾ നയന പറയും, എനിക്ക് നിങ്ങളോട് വഴക്കിടാൻ താല്പര്യമില്ല. ഈ ഫോട്ടോസ് ഒന്ന് നോക്കാമോ എന്ന് പറഞ്ഞിട്ട് നവ്യ നിർമ്മലം നിന്നിട്ടുണ്ടായിരുന്ന ആ ഫോട്ടോസൊക്കെ ആദർശിന് കൊടുക്കണം. അപ്പോൾ ആദർശ് ഭയങ്കര ഷോക്ക്ഡ് ആവുകയാണ്. എന്നിട്ട് ആ ഫോട്ടോസ് നോക്കി നയനയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഇത്? ആദർശ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഇവക്ക് വേറൊരുത്തനുമായിട്ട് ബന്ധമുണ്ടോ? അപ്പം നയന പറയുന്നുണ്ട്, ഒരു ബന്ധവും ഇല്ല. പഠിക്കുന്ന കാലത്ത് ചേച്ചിയുടെ പിന്നാലെ നടന്നവനാ. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഇതുപോലെ ഓരോന്ന് ചെയ്യിച്ചിട്ട് ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ബ്ലാക്ക്മെയിൽ അവൾ അവനെ ചെയ്യുവാണോ അവൻ അവളെ ചെയ്യുവാണോ? ആദർശ് ചോദിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, സത്യങ്ങൾ മൂടി വെക്കരുതെന്ന് കരുതിയിട്ടാ ഞാനെല്ലാം തുറന്നു പറഞ്ഞത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇവൻ ഭീഷണിയായി കാണും അവളുടെ ജീവിതത്തിൽ. അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ പറഞ്ഞത്, അല്ലാതെ പറയാൻ സാധ്യതയില്ലല്ലോ. അപ്പം നയന പറയുന്നുണ്ട്, ഒരിക്കലുമില്ല. സ്വന്തം ഭർത്താവിനോടെങ്കിലും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിന്റെ ചേച്ചിയുടെ കാര്യമാണ് ഇത്. നീ എന്നോട് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പറയേണ്ടവരോട് ഇത് പറഞ്ഞോ? ആരെ എന്നുള്ള അർത്ഥത്തിൽ നയന നോക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവളുടെ ഭർത്താവിനോട് ഇത് പറഞ്ഞോന്ന്. അബിയുടെയും അവൻ്റെ അമ്മയുടെയും സ്വഭാവം ആദർശേട്ടൻ അറിയാലോ. എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അവരത് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളില്ല. അപ്പോൾ ആദർശ് കളിയാക്കിക്കൊണ്ട് പറയാണ്, നിന്റെ ചേച്ചിയെ ഒരു കള്ളിയാ, അവൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കലാ നിന്റെ പണി.
ഈ ഫോട്ടോ കണ്ടിട്ട് ഫോട്ടോഷോപ്പ് ചെയ്തതായിട്ട് തോന്നുന്നില്ല, ഒറിജിനൽ പോലെയുണ്ട്. ഇത് അവനും അവളും കൂടി എടുത്ത ഫോട്ടോ ആണോ? ഒരിക്കലുമല്ല. ഇതുപോലെ ധാരാളം ഫോട്ടോസും വീഡിയോസും അയച്ച് ചേച്ചിയെ ഭീഷണിപ്പെടുത്തുക ആ നിർമ്മൽ. ഇവൻ്റെ പേര് നിർമ്മൽ എന്നാണല്ലേ? ഇവർ തമ്മിൽ പ്രേമത്തിൽ വല്ലതും ആയിരുന്നോ? ഒരു പ്രേമവും ഇല്ല. അവൻ ചേച്ചിയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുക. ചേച്ചി അവനെ അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുക. അപ്പം ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ ചേച്ചിയെ നിനക്കറിയാം, നിൻ്റെ അമ്മയെ പോലെയാണ് നിൻ്റെ ചേച്ചിയെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കോടീശ്വരന്മാരായ ആൺകുട്ടികൾക്ക് പിന്നാലെ മക്കളെ പറഞ്ഞു വിട്ടത് നിൻ്റെ അമ്മയാ. അങ്ങനെ ഇവൻ്റെ പിന്നാലെയും പറഞ്ഞു വിട്ട് കാണും. രണ്ടുപേരും തമ്മിൽ സ്നേഹം ആയി കാണും. അപ്പം നയന വീണ്ടും പറയാണ്, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്, എൻ്റെ ചേച്ചി എന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ആദർശ് പറയാണ്, നിൻ്റെ ചേച്ചിയുടെ കാര്യമായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, വളരെ മോശം ക്യാരക്ടറാണ് അവളുടേത്. ഈ തറവാടിൻ്റെ പടി കടക്കാൻ അവൾക്കൊരു അർഹതയുമില്ല. നീയും അങ്ങനെയൊക്കെ തന്നെയാ. അപ്പം നയന പറയുന്നുണ്ട്, അത് ഞാൻ സമ്മതിച്ച കാര്യമാണല്ലോ. ഒരവകാശവാദത്തിനും ഞാൻ നിൽക്കുന്നില്ല. മുത്തശ്ശന് വേണ്ടിയാ ഞാനിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം വഷളായ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുത്തശ്ശനെയാ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരോഗ്യ ആയുസ്സും കുറയുന്നത് നിങ്ങളുടെ മുത്തശ്ശൻ്റെയാ. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് സത്യം പറഞ്ഞത്. അത് തെറ്റായിപ്പോയെങ്കിൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ. ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് നയന പോവാണ്. വീണ്ടും തിരിച്ചു വന്നിട്ട് അവൾ പറയുന്നുണ്ട്, പക്ഷേ ആദർശേട്ടനോട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കൂടെ നിൽക്കുന്ന എൻ്റെ വിശ്വാസം. ആദർശേട്ടനൊരു സഹോദരി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംഭവം അവളുടെ ജീവിതത്തിലുണ്ടായ എന്തായിരിക്കും ആദർശേട്ടൻ്റെ പ്രതികരണം? അപ്പോൾ ആദർശ് പറയണ്ടേ, എനിക്ക് അങ്ങനെ ഒരു അനിയത്തി ഉണ്ടെങ്കിൽ അവൾ ഇതുപോലെയൊന്നും ജീവിക്കാൻ പോകുന്നില്ല. പറയാൻ പറ്റില്ല. കഴുകൻ്റെ കണ്ണുകളോടെയും കുറുക്കൻ്റെ മനസ്സോടെയും ആൺകുട്ടികൾ വരുമ്പോൾ പാവം പെൺകുട്ടികൾ വീണു പോവില്ലേ? നയന തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങനെ സംഭവിച്ച ആദർശേട്ടൻ എന്താണോ ചെയ്യുന്നത് അത് ഇവിടെയും ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. എന്തായാലും ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ. ആ സമയത്തൊന്ന് കൂടെ നിന്ന് തന്നാൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് നയന വീണ്ടും അവിടുന്ന് പോവുകയാണ്. നയന അവിടുന്ന് പോയതിനു ശേഷം ആദർശ് വീണ്ടും ആ ഫോട്ടോസ് ഒന്നുകൂടെ നോക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.